ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 9-ാം അധ്യായത്തിൽ ഇന്നലെ 3 ബാധകൾ ഇറക്കി. ഒന്ന്, മൃഗങ്ങളെല്ലാം ബാധകൾ വന്ന് അവയെല്ലാം മരിച്ചു പോകുന്നു, അവയെല്ലാം ചത്തുപോകുന്നു. രണ്ടാമത് വ്രണങ്ങൾ ബാധിക്കുന്നു. 3, കന്മഴ അവിടെ പെയ്യുന്നു. പക്ഷേ ഫറവോൻ വീണ്ടും തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ആണ് ചെയ്യുന്നത്. യഹോവയായ ദൈവം 10-ാം അധ്യായത്തിൽ മോശയോട് പറയുന്നത്, നീ എന്ന് ഫറവോനോട് പറയണം, എന്തിനാണ് താനിങ്ങനെ വീണ്ടും ഇങ്ങനെ ഓരോ ബാധകളെ ഇറക്കുന്നത്? ദൈവം എന്നിൽ ഇറക്കുന്നു എന്ന് മോശയോട് പറയുന്നത്, ഞാനാണ് യഥാർത്ഥ ദൈവമെന്ന് മിസ്രയീമ്യരെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം യഥാർത്ഥ ദൈവം വിചാരിക്കാതെ നിൻ്റെ ദേശത്തുള്ള ബാധകളൊന്നും മാറുകയില്ല, നീ വിട്ടയക്കാതെ പറ്റുകയില്ല എന്നവനെ ബോധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മോശ ചെന്ന് ഫറവോനോട് പറയുന്നു, നീ എത്ര നാൾ ദൈവത്തോട് ഇങ്ങനെ മത്സരിക്കും? അതുകൊണ്ട് നീ ജനത്തെ വിട്ടയക്കുക, അവർ പോയി ആരാധിക്കട്ടെ, അവരെ വിട്ടയക്കണമെന്ന് പറയുന്നു. പക്ഷേ ഫറവോൻ അതിന് തയ്യാറാവുന്നില്ല. അപ്പം മോശ പറയുന്നു, ഇനി അങ്ങനെയെങ്കിൽ ഇനിയും വെട്ടുക്കിളികൾ നിൻ്റെ ദേശത്തുണ്ടാവും. വെട്ടുക്കിളി വന്നാൽ കൽമഴ കൊണ്ട് നശിക്കാതെ ശേഷിക്കുന്ന സകല പച്ച സസ്യങ്ങളും അവ ഇല്ലാതാക്കും. അപ്പോൾ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ ഭൂമി പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും. അത്രമാത്രം ഭയങ്കരമായ അവസ്ഥയാണ്. അതുകൊണ്ട് നീ ജനത്തെ വിട്ടയക്കണം. അപ്പോൾ ഫറവോൻ്റെ സേവകന്മാർ ഫറവോ രാജാവിനോട് പറയുന്നുണ്ട്, നമ്മുടെ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു, മൃഗങ്ങളൊക്കെ ചാകുന്നു, കൃഷികളൊക്കെ നശിക്കുന്നു, ഇവിടെ വലിയ കൽമഴകൾ പെയ്യുന്നു, അതുകൊണ്ട് നീ ജനത്തെ വിട്ടയക്കണം. പക്ഷേ ഫറവോൻ എപ്പോഴും അവൻ്റെ മനസ്സ് കഠിനമാക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നു, ആകട്ടെ നിങ്ങൾ ആരൊക്കെയാണ് ആരാധിക്കാൻ പോകുന്നത്? അപ്പോൾ ഇത് മോശ പറഞ്ഞു, വൃദ്ധന്മാരും യുവാക്കന്മാരും യുവതികളും പൈതങ്ങളും ഞങ്ങൾക്കുള്ള മൃഗങ്ങളെല്ലാം ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾ യഹോവയ്ക്ക് കാരണം വലിയ ഉത്സവം നടത്താൻ വേണ്ടി പോവുകയാണ് മരുഭൂമിയിൽ. അതുകൊണ്ട് ഞങ്ങൾക്കുള്ളതെല്ലാം നീ വിട്ടയക്കണം എന്ന് പറയുമ്പോൾ ഫറവോൻ പറയുന്നു, അത് സാധ്യമല്ല. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഒരിക്കലും വിട്ടയക്കുകയില്ല. കാരണം ഫറവോൻ ഇവിടെ ഭയപ്പെടുകയാണ് കുഞ്ഞുങ്ങളെ അയക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർ മടങ്ങി വരികയുള്ളല്ലോ. ഈ ജനം ഇന്ന് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവരുടെ അടിമവേല ചെയ്യാൻ മറ്റാരുമില്ല. ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഇവർ അടിമകളായി അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് ഫറവോൻ ബുദ്ധിപൂർവ്വം പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോയി ആരാധിച്ചിട്ട് വരിക. പക്ഷെ മോശ അത് സമ്മതിക്കുന്നില്ല. ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ഉള്ള സകല സമ്പത്തും ഒന്നിച്ചു പോകണം എന്ന് പറഞ്ഞ് മോശ പറഞ്ഞിട്ട് അത് ഫറവോൻ വീണ്ടും അവൻ്റെ ഹൃദയത്തെ അവിടെ കഠിനമാക്കുകയാണ് അവിടെ ഇത് ചെയ്യുന്നത്. മോശയെ അവിടെ നിന്ന് ഫറവോൻ പറഞ്ഞു വിടുകയാണ്. പിന്നീട് കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ ഈജിപ്തിൻ്റെ മേൽ കൈ നീട്ടുക. കൈ നീട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? വെട്ടുക്കിളി വന്നു. ഇത് കന്മഴയാൽ അത് നശിക്കാത്ത പച്ച സസ്യങ്ങളൊക്കെയും അവ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ രാജ്യം വെറും മരുഭൂമി പോലെ ആയിപ്പോയി. എല്ലാ സ്ഥലത്തും വെട്ടുക്കിളികൾ അല്ലെങ്കിൽ അനവരതമായിട്ട് വർദ്ധിക്കുകയും അവർക്ക് അവിടെ നിൽക്കാൻ മേലാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അപ്പോൾ മോശ വീണ്ടും ചെന്ന ഫറവോനോട് പറയുന്നു, നീ ജനത്തെ വിട്ടയക്കാൻ നീ തയ്യാറാകണം. പക്ഷെ അവരതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ വീണ്ടും സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത് അവിടെ മുഴുവൻ അന്ധകാരത്തെ വ്യാപരിപ്പിക്കുന്നതാണ്. അടുത്ത ബാധയാണത്. ഈ അന്ധകാരം ബാധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പരസ്പരം കാണാൻ സാധിക്കുന്നില്ല, അവർക്ക് പുറത്തിറങ്ങാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. എന്ന് നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ ജനം പാർത്തിരുന്ന ആ ദേശത്ത് വെളിച്ചമുണ്ട്. ഇത് മിസ്രൈമ്യർക്ക് വേണ്ടി മാത്രം, ഫറവോനും അവൻ്റെ ജനതയ്ക്കും വേണ്ടി മാത്രമാണ് ഈ ബാധകളൊക്കെ വരുന്നത്. അവിടെയെല്ലാം ഇസ്രായേൽ ജനത്തെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്.
അപ്പോൾ അതിൽ നിന്ന് ഫറവോൻ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അവൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. അതുകൊണ്ടാണ് അവർക്ക് ആ ബാധകളൊന്നും ഏശാത്തത്. തനിക്ക് മാത്രം വരുന്നല്ലോ എന്നവൻ വിചാരിച്ചെങ്കിലും അവൻ്റെ ഹൃദയത്തെ അവൻ ഇത് ആക്കേണ്ടതാണ്. പക്ഷെ അവനെ കൊണ്ടത് സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൃഗങ്ങളെ എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അപ്പോൾ അവർ പറയുന്നു, ഞങ്ങളുടെ മൃഗങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾക്ക് കൊണ്ടുപോകണം, അതിനുശേഷം ഞങ്ങൾ ഇവിടെ മടങ്ങി വരാമെന്നുള്ള രീതിയിലാണ് മോശ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. പക്ഷെ ഫറവോ രാജാവ് അതിനൊന്നും ഇവിടെ വിധേയപ്പെടുന്നില്ല എന്നുള്ള സത്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നിന് പിറകെ ഒന്നായി ഓരോ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരുമ്പോഴും അപ്പോൾ അനുദപിക്കും, വീണ്ടും ഹൃദയത്തെ കഠിനമാക്കും. കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ ഇത് നമ്മയും ചിന്തിപ്പിക്കേണ്ടതായ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും കഷ്ടങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുകയും അതിനുശേഷം ദൈവത്തിൽ നിന്ന് നമ്മൾ പിന്മാറി ഫറവോനെ പോലെ നമ്മളായി പോകുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവം തരുന്ന ഓരോ അനുഭവങ്ങളും നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാനും ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാനും സമർപ്പിക്കാനുമുള്ള അവസരമായി കാണുവാൻ ഈ വേദഭാഗങ്ങളൊക്കെ നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ഈ വേദഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവസ്ഥലിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്കിടയാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.